സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. ഫ്ലാഷ് ബാക്ക്. പല രാഗങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതെ അതെ. എന്താണ് ഈ കാളരാഗം കാളരാഗം എന്ന് പറയുന്നത്? എന്തോന്നറിയ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അതൊരു സുഖമില്ലാത്തൊരു ചോദ്യം. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? രാഗം ചോദിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിഞ്ഞൂടാതെ എത്ര രാഗമുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളോട് അതൊക്കെ പഠിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ ഈ ആങ്കർ നിന്ന് ഈ വിട്ടിത്തം ചോദിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെടില്ല. പിന്നെ എന്തോന്നറിയാം, അതൊരു ന്യായം വേണ്ട നീ ചോദിക്കുന്നതിന്. ഈ കാളരാഗം എന്താണത്? അല്ലല്ലേ, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. നീ തമാശ പറയാനാക്കി ഓക്കെ. ഞാൻ തമാശ എനിക്ക് കുറെ ഇഷ്ടം. കേക്കണം, ഭീഷണി അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. എടാ, നിന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ ആ സ്നേഹം നീ അത് മിസ്യൂസ് ചെയ്ത്. നിങ്ങളെ പോലുള്ള കവിയും കലാകാരനുമായ ഒരു മഹാപ്രതിഭ ഒരിക്കലും മിസ്യൂസ് ആയി കാണാൻ പാടില്ലായിരുന്നു. മിസ്യൂസ് ചെയ്ത് എത്ര ഞാൻ മിസ്യൂസ് ചെയ്തു. എന്ത് വിട്ടിത്തം ഇദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങ് ചോദിക്കാതെ പറഞ്ഞു. ബോറെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ബോറ. അത് എനിക്ക് അധികം കൊള്ളൊന്നും പറയാനില്ല. കരയിക്കണം, ബേബിച്ചേട്ടനല്ലേ. അയ്യോ പാവം, പോട്ടെ പോട്ടെ. പ്രൊഡ്യൂസറുടെ ഓരോ ഐഡിയ. ഇപ്പൊ എല്ലാം കൂടി എന്നെ ചെയ്യായോ? അല്ല, അയ്യോ മക്കളെ കരയല്ലടാ. കരയല്ലെന്ന് പറയടേ. എടാ, ഇന്ന് ഏപ്രിൽ 1 ഒരു ഏപ്രിൽ ഫൂളാക്കാൻ ശ്രമിച്ചത്. ഇത് പോലീസ് ബുദ്ധിയല്ല, രമേശന്റെ ബുദ്ധിയാ. എന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ എന്ത്